അന്തരീക്ഷ വായു മലിനീകരണം രൂക്ഷമായതിനെ തുടർന്ന് നിയന്ത്രണങ്ങൾ കടുപ്പിച്ച് ഡൽഹി സർക്കാർ. പുക സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത വാഹനങ്ങൾക്ക് ഇന്ധനം നൽകേണ്ടെന്നാണ് പുതിയ തീരുമാനം. BS6 വാഹനങ്ങൾ മാത്രമായിരിക്കും ഇനി ഡൽഹിയിൽ അനുവദിക്കുക. വായു ഗുണനിലവാര സൂചിക മെച്ചപ്പെടുത്താൻ കഴിയാത്തതിൽ ഡൽഹി പരിസ്ഥിതി മന്ത്രി മാപ്പ് പറഞ്ഞു. ധനസുമോദ് ചേരുന്നു. ധനസുമോദ്, വിവരങ്ങൾ. ഡൽഹിയിലെ പലയിടങ്ങളിലും 500 മുകളിലാണ് വായു ഗുണനിലവാര സൂചിക തുടരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ശക്തമായ നിയന്ത്രണം തന്നെയാണ് ഇപ്പോൾ സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ BS6 വാഹനങ്ങൾ ഇത് ഡൽഹി അതിർത്തിയിൽ പ്രവേശിക്കേണ്ട എന്നുള്ള ഒരു തീരുമാനം തന്നെയാണ് ഇപ്പോൾ സർക്കാർ എടുത്തിരിക്കുന്നത്. അതായത് ഇപ്പോൾ ലഡാക്ക് ട്രിപ്പ്, അങ്ങനെ പല ഉത്തരേന്ത്യൻ ട്രിപ്പിന് പോകുന്ന കേരളത്തിൽ നിന്നുൾപ്പെടെയുള്ള വാഹനങ്ങൾ വരുന്നുണ്ട്. അവരും കൂടി ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. BS6 മുകളിലുള്ള വാഹനങ്ങൾ ഡൽഹി അതിർത്തിയിൽ പ്രവേശിക്കില്ല. മാത്രമല്ല കനത്ത പിഴയായിരിക്കും ഇത് ലംഘിക്കുന്നവർ നേരിടാൻ പോകുന്നത്. ഇതുകൂടാതെ ഈ പുക മലിനീകരണം നിയന്ത്രണ വിധേയമാണ് എന്നുള്ള ഒരു പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഉള്ള വാഹനങ്ങൾക്ക് മാത്രം ഇനി ഇന്ധനം നൽകിയാൽ മതിയെന്നാണ് പുതിയ തീരുമാനം. ഇത് പെട്രോൾ പമ്പുകളെ, ഡീസൽ പമ്പുകളെല്ലാം കൃത്യമായി അറിയിച്ചിട്ടുണ്ട്. ഈ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മാത്രമായിരിക്കും ഇനി പുക ഈ തരത്തിലുള്ള പെട്രോൾ ഇന്ധനം നിറയ്ക്കാൻ അനുമതി നൽകുക. ഇത് വളരെ കർശനമായ നിർദ്ദേശം തന്നെയാണ് പമ്പുകൾക്ക് നൽകിയിരിക്കുന്നത്. ഈ പുക മലിനീകരണം വളരെ രൂക്ഷമായി തന്നെ തുടരുന്നതിൽ തങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തതിൽ ഡൽഹി പരിസ്ഥിതി മന്ത്രി സിർസ ഇപ്പോൾ മാപ്പ് പറഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല അദ്ദേഹം ഇപ്പോൾ കുറ്റപ്പെടുത്തുന്നത് ആം ആദ്മി സർക്കാരിനെയാണ്. കഴിഞ്ഞ ആം ആദ്മി സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന അതിഷിയും കെജ്രിവാളും ഭരിച്ച സമയത്ത് കൃത്യമായി നടപടി എടുക്കാത്തതുകൊണ്ടുള്ള ഒരു ദോഷഫലമാണ് ഇപ്പോൾ ഡൽഹി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരു 8 മാസം മാത്രമാണ് തങ്ങൾക്ക് അധികാരം ഉണ്ടായിരുന്നത്. ഈ ചുരുങ്ങിയ കാലയളവിൽ അന്തരീക്ഷ ഗുണനിലവാര സൂചിക ഒരു മെച്ചപ്പെടുത്താൻ കൃത്യമായി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളൊരു കാര്യം തന്നെ, അത് ചുരുങ്ങിയ സമയമാണ് എന്നുള്ളൊരു കാര്യമാണ് മന്ത്രി പറയുന്നത്. ഏതായാലും മന്ത്രി അടക്കമുള്ളവർ നിസ്സഹായരായി ഡൽഹിയിൽ പോവുകയാണ്. കടുത്ത നിയന്ത്രണങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. കെട്ടിട നിർമ്മാണത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ട്രാക്ടർ തുടങ്ങിയ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ തരത്തിലുള്ള നിയന്ത്രണങ്ങൾക്ക് കൂടാതെയാണ് ഇപ്പോൾ പെട്രോൾ പമ്പിൽ കൂടി നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്.